അപ്പോൾ ഇതാ നമ്മളെ മൗസിൻ ഡാമിലല്ല കേട്ടോ. മൗസിൻ ഡാമിലെ വേൾഡില് ഏറ്റവും വെറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്, ഏറ്റവും കൂടുതൽ വെള്ളമില്ല ഒരു സ്ഥലം കേട്ടോ. അയ്യോ മഴ എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ അമ്മേ ചിറാപ്പൂഞ്ചി മഴ നല്ല കേട്ടിട്ടില്ല കേട്ടോ. ഫുൾ ടൈം മഴയാണ്. ഇപ്പോൾ ഒരു കുടയിലെടുത്ത് നിൽക്കുന്നത് കേട്ടോ. അതാണ് അവസ്ഥ. അപ്പോൾ വേൾഡിലെ വെറ്റസ്റ്റ് പ്ലേസിലാണ് ഉള്ളത്. അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ടികളെ വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ ഫുള്ള് കോടയും മഴയോട് മഴ, ഒന്നും പറയാനില്ല. ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കത് അങ്ങോട്ട് പോകട്ടോ. ഓ നല്ല തണുപ്പ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പും. ഓ ഇവിടെ വാ, നമുക്ക് ബോർഡ് കാണാൻ പറ്റും. മൗസിൻ ഡാം വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് നമ്മളെ മറ്റേ മിൽമയിലേക്ക് മറ്റേ പാലിൻ്റെ ഉപ്പിയെല്ലാം കൊണ്ടുപോകുന്ന പോലെ ഉണ്ട്. എന്താണിത്? എന്തോ സംഭവമുണ്ട്. അതിനുള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ, ഇത് ക്ലോസ്ഡ് ആണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വെറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് വരെ നമ്മൾ എത്തിയട്ടോ. ഇനി കാണാനുണ്ടോ ഇതെല്ലാം? ഞാൻ ജസ്റ്റ് ഒരു ഗൂഗിൾ മാപ്പിലൊരു പോയിന്റ് കണ്ടിട്ട് വന്നതാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനോട് മുട്ടിയിട്ട് നമുക്ക് കുറച്ച് PWD ഇൻസ്പെക്ടർ ഒരു ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്താണുള്ളത് കേട്ടോ. ബാക്കിൽ കാണുന്ന ഒരു ബംഗ്ലാവാണ്. എന്തായാലും സംഭവം കൊള്ളാം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് അടുത്ത കാഴ്ചകളിലേക്ക് പോകട്ടോ. ഒന്ന് പല്ലെല്ലാം തേച്ചിട്ട് പയ്യെ ഇറങ്ങട്ടെ. ഓട്ടേക്കത്തെ തണുപ്പ് പാട്ടിൽ കേൾക്കാൻ നല്ല രസമാണ്. ചിറാപ്പൂഞ്ചി മഴയത്തെല്ലാം, മഴയത്തുണ്ടല്ലോ തണുത്ത് പറിച്ച് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നൂല. അമ്മാതിരി മഴ കേട്ടോ. അയ്യോ ഇത് ഇന്നലെ തുടങ്ങിയ മഴയാ, ഒന്നും കുറഞ്ഞിട്ട് വരില്ല. ഫുൾ ടൈം മഴ, അതാണ് അവസ്ഥ. നമ്മളെ വണ്ടി ഇതാ ചിറാപ്പൂഞ്ചി മഴയെല്ലാം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, വണ്ടിയൊന്നും ഒരിക്കലും ഓവർ ഹീറ്റ് ആവില്ല. എപ്പോഴും മഴയാണ്, മഴയോ മഴ, തണുപ്പോട് തണുപ്പ്. അവിടെ കണ്ട മറ്റേ പാലും പാത്രം പോലത്തെ സാധനം മഴ മാപിന് കേട്ടാ. അത് നമ്മളെ എത്ര സെന്റിമീറ്റർ മഴ പെയ്തു എന്നെല്ലാം അളക്കുന്ന സാധനമില്ലേ, അതാണ്. ഫുള്ള് നനഞ്ഞ് കുളിച്ച്. അയ്യോ ഫുൾ ടൈം മഴയാണ്, തണുത്ത് വിറക്കുന്നത്. കൊള്ളാം കൊള്ളാം. നമ്മൾ സ്നോയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നനയൂലല്ലോ, നമുക്ക് ജാക്കറ്റെല്ലാം ഇട്ട് സെറ്റാക്കാം. മഴ എന്ന് പറയുമ്പോൾ നനഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അതിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു മറ്റേ പാറയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മോണോലിത്തിക്കെല്ലാം പറയില്ലേ, അതുപോലൊരു സെറ്റപ്പാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അതും കൂടെ കണ്ടിട്ട് വരാൻ വെച്ചില്ല കേട്ടോ. കോടയായിട്ടൊന്നും കാണുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. ഇനി എപ്പോഴാ ഇങ്ങോട്ടൊന്നും വരുവാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, എന്തായാലും ഒന്ന് പോയിട്ട് വരാം. ഇത് അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു സംഭവം കേട്ടോ. ഒരു സിംഗിൾ പാറ, ഒരു മോണോലിത്തിക് പോലത്തെ ഒരു സ്ഥലമുണ്ട്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല കേട്ടോ, ഒരു പാറ, അത്രേ ഉള്ളൂ. ഓ വേറൊന്നും കാണാനൊന്നുമില്ല, ഒരു പാറ മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരു അമ്പല സെറ്റപ്പാണ്. വഴുതി അടിച്ച് പോവുന്നില്ല, ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ആൾക്കാരൊന്നും ഇങ്ങോട്ട് പോകാറുണ്ടെന്ന് തോന്നുന്നില്ല. ഗേറ്റെല്ലാം തുറന്നു നടക്കുന്നുണ്ട്. എന്തായാലും പയ്യെ പയ്യെ പിച്ച വെച്ച് എൻ്റെ പൊന്നു ഫുള്ള് പയറാട്ടോ. സംഭവം മനസ്സിലാവുന്നില്ലോ. ഒരു പാറയുണ്ട്, എൻ്റെ ബാക്കിൽ കുറച്ച് സ്റ്റെപ്പെല്ലാം കാണുന്നുണ്ട്. വല്ല അമ്പലം സെറ്റപ്പ് വല്ലതും ആണോ നോക്കട്ടെ. ഇത് കേട്ടോ ഒരു ചെറിയ പാറയുണ്ട്, അതിന് തൊട്ട് മുട്ടിയിട്ട് തന്നെയാണ്. ഇവിടെ വരുന്നവർക്ക് അതും കൂടെ കാണാം. ഇതെന്താ സംഭവം എനിക്കും മനസ്സിലായില്ല. വേറൊന്നും ഇവിടെ കാണാനില്ല. എനിക്കൊന്നൊരു പാർക്ക് സെറ്റപ്പ് ആയിരുന്നു കേട്ടോ പണ്ടത്തെ. ഇവിടെ കുറെ റൗണ്ട് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്, ചെടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർക്ക് കയറി നിൽക്കാനുള്ള സാധനമുണ്ട്. ചെറിയൊരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്ന കേട്ടോ. എന്തായാലും പോയേക്കാം, വേറൊന്നുമില്ല. ഈ ഒരു പാറേനെ കൊണ്ട് അവരൊരു പാർക്ക് സെറ്റപ്പ് ആക്കിയാണ്. അട്ടയുണ്ടോന്ന് അറിയില്ല, അട്ടയില്ലാന്ന് തോന്നുന്നു. വണ്ടിയെല്ലാം കണ്ട ഒന്നും കാണാൻ പറ്റുന്നില്ല. അമ്മോയ് മഴയാട്ടാ. അയ്യോ എന്തായാലും കറക്റ്റ് സമയത്താ ചിറാപ്പൂഞ്ചി മഴയത്ത് പാട്ടെല്ലാം ഇറങ്ങിയത്. ഒരു രക്ഷയില്ലാത്ത സംഭവമായിപ്പോയി. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് ചെറിയൊരു സംഭവം കാണുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ കേട്ടോ. ഒരു പാറ കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്താണെന്ന് അറിയില്ല, ഒരു സിംഗിൾ പാറ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാം കേട്ടോ. ഫുള്ള് മഴ നനഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. മഴ എന്നെല്ലാം പറഞ്ഞാൽ കൊല മഴ കേട്ടോ. ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല. എങ്ങോട്ട് നോക്കിയാലും ഒന്നും കാണില്ല, നിങ്ങൾക്ക് തന്നെ കാണാലോ. ഇതാണ് അവസ്ഥ. ഫോണിൽ പിന്നെയും ക്ലിയർ ഉണ്ടാവും,
നേരിട്ട് തീരെ ക്ലിയർ ഇല്ല. എന്തായാലും പോയി നോക്കാം. മഴയോ മഴ. അങ്ങനെ മൗസിൻ റാമിലെ മഴയെല്ലാം കൊണ്ട് സെറ്റായി കേട്ടാ. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു മാർക്കം വാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ വന്നതിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ്, കുറച്ച് തിരിച്ചു പോകണം. ഒരു 2-2.5 മണിക്കൂർ ഓട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. നാളെ ചെറിയൊരു ഓഫ് റോഡ് പരിപാടി ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നത്. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, വിഷ്ണു ബ്രോ ഉണ്ട്. അപ്പോൾ ആളെ കയ്യിലൊരു പജീറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നാളെ ഒരു ഓഫ് റോഡൊക്കെ അടിക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. നാളെ മഴയൊക്കെ അനുകൂലമാണെങ്കിൽ നമ്മൾ അടിക്കും. എന്താ അവസ്ഥ അറിയില്ല. കാരണം വേറെ വണ്ടി ഇല്ലാണ്ട് നമ്മൾ പോയിട്ട് പെടും. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല പണിയാണ്. കാരണം നല്ല മഴയാണ്, നല്ല ചെളിയായിരിക്കും. അപ്പോൾ ഒന്ന് കെട്ടിവലിക്കാനോ പിടിക്കാനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വണ്ടി വേണം. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് നീങ്ങാന്ന് വിചാരിക്കുന്ന കേട്ടോ. പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇന്ന് വഴി അങ്ങോട്ട് നീങ്ങാം. ഓക്കെ. അപ്പോൾ വാലി അല്ല, എന്തായാലും നമുക്ക് ക്യാമ്പിംഗ് ഒക്കെ, മഴ അധികം ഇല്ലെങ്കിൽ ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ നടത്താനുള്ള സെറ്റപ്പ് ഉണ്ടാവും. എന്തായാലും അങ്ങോട്ട് പോവാം. ഫുള്ള് നനഞ്ഞിട്ടാ, നനഞ്ഞ് ടാൻഡെല്ലാം ഫുള്ള് വെള്ളമാണ്, വണ്ടിയാണെങ്കിൽ ഫുള്ള് വെള്ളമാണ്. അതാണ് അവസ്ഥ. എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ. നമ്മളിന്ന് ചോറ് തിന്നോട്ടാ. നമുക്കിന്ന് കുക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയൊന്നുമില്ല, ഫുള്ള് മഴയാണ്. അതിൻ്റെ ഒരു ഷോപ്പ് കയറി നല്ല കാന്താരി മുളകെല്ലാം ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഫുഡെല്ലാം കഴിച്ചോട്ടാ. കുറച്ച് ചോറും ചിക്കൻ്റെ 2 പീസും കിട്ടി. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇവർക്ക് ലാംഗ്വേജ് എല്ലാം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇവരിങ്ങനെ കാസി ട്രൈബൽസ് ആണ്. അപ്പോൾ അവർക്ക് വലിയ ലാംഗ്വേജ് ഒന്നും അറിയില്ല. ഉള്ള ലാംഗ്വേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് യാത്ര തുടരുന്നു. അടുത്ത സ്പോട്ട് പിടിക്കാണ് മാർക്കം വാലി എന്ന് പറഞ്ഞിട്ടൊരു വാലി കേട്ടോ. കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ വേറെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. നമുക്കിങ്ങനെ വില്ലേജിലൊക്കെ തട്ടി ഇങ്ങനെ തിരിയാന്നേ ഉള്ളൂ. കേവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഫുള്ള് വെള്ളമായിരിക്കും. ഇപ്പോൾ കേവിലൊന്നും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം വേറൊരു പ്രിപ്പറേഷനുമായിട്ട് നമുക്കൊരു ബൈക്ക് ട്രിപ്പ് അടുത്ത വർഷം എപ്പോഴെങ്കിലും നോക്കിയിട്ട് വരാം കേട്ടോ. സീസണിൽ വരാം അങ്ങനെയുള്ള പ്ലേസസ് കാണാൻ. ഇതെല്ലാം മഴയെ തന്നെ വന്ന് കാണണം കേട്ടോ. നിങ്ങൾ നോക്കിയാട്ടോ, കണ്ണുപോലും കാണും. എന്തൊരു രസം, എക്സ്പീരിയൻസ് ആണ് എല്ലാം. നമ്മൾ മൗസിൻ റാം വില്ലേജ് കഴിഞ്ഞ് പോകുന്നു. ഇതാണ് കേട്ടോ മൗസിൻ റാം എന്ന് പറഞ്ഞ വില്ലേജ്. നമുക്കത് 1800 പിക്കപ്പെല്ലാം കാണാൻ പറ്റും. ഇവിടെ എല്ലാ വണ്ടിയും മോഡിഫൈ ചെയ്യും കേട്ടോ. ഇവിടെ ഒമിനിയെല്ലാം ഇതേപോലെ പിക്കപ്പ് ആക്കിയിട്ടുണ്ട്. മാരുതിൻ്റെ വണ്ടികളാണ് ഫുള്ള്, എല്ലാ മാരുതിൻ്റെ വണ്ടികളും അധികം. പിന്നെ അവർ മാക്സിമം അത് പേപ്പറൊന്നുമില്ല. പിന്നെ മേഘാലയയിൽ പ്രൈവറ്റ് വണ്ടി പിന്നെ ടാക്സി ആയിട്ട് ഓടാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ ഒരു പ്രൊവിഷനെല്ലാം ഉണ്ട്. അതുകൊണ്ട് പിന്നെ വിഷയമൊന്നുമില്ല, എല്ലാവരും ടാക്സി ആയിട്ടൊക്കെ ഓടും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല. നമ്മൾ ഇന്നലെ പോകുമ്പോൾ ഇതിനകത്ത് തീരെ വെള്ളം ഉണ്ടായില്ല കേട്ടോ. ഒരൊറ്റ ദിവസം കൊണ്ട് ഫുള്ള് വെള്ളം വന്നിട്ടോ. എന്തൊരു മാറ്റം എന്നറിയോ. അയ്യോ പൊളി. അപ്പോൾ അടുത്തത് നേരെ പോകുന്ന മാർക്കം വാലിയിലാണ്. അപ്പോൾ മാർക്കം വാലീൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാട്ടോ. അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.